അങ്ങനെ നമ്മുടെ ചക്കക്കുരു അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തിളയ്ക്കണ തിള കണ്ട. ഇന്ന് അമ്മാസിലെ 5 കോമ്പോസിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ കറിയാണ്. അതിൻ്റെ കൂടെ ചക്കക്കുരു അവിയലും പിന്നെ പപ്പടവും പാവയ്ക്ക് വറുത്തതൊക്കെ ഉണ്ടാക്കാന്നാണ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അമ്മ എന്ന് പറയുന്നത് പ്യുവർ വെജാണ്. അങ്ങനെ പ്യുവർ വെജായ ഒരാൾ എങ്ങനെയാണ് ഇത്രയും നല്ല മീൻ കറി ഉണ്ടാക്കണതെന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യണ ഒരുപാട് അമ്മമാരുണ്ടാവട്ടെ. എന്നാലും നമുക്കൊരു അത്ഭുതമാണ്. എനിക്കൊക്കെ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു സംതൃപ്തി. പക്ഷെ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് തന്നെ ധൈര്യത്തോടു കൂടി ഡാഡിയുടെ മുമ്പിലേക്ക് ആ കറി വെച്ച് കൊണ്ടുകൊടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഡാഡിക്ക് മാത്രമല്ല, എൻ്റെ അമ്മ വീട്ടിലായാലും അതുപോലെ എൻ്റെ തറവാട്ടിലായാലും പല ആൾക്കാർക്കും എൻ്റെ അമ്മയുടെ കറി ഇഷ്ടമാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ വെക്കുന്ന മീൻ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ കറിയാണ്. നാളികേരൊക്കെ അരച്ചിട്ട് വെക്കുന്ന കറി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു അവിയലാണ് അല്ല അമ്മ. അപ്പോൾ അതിനുള്ള ചക്കക്കുരു, കുറച്ച് ചക്കക്കുരു ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം കൂടുതലായതുകൊണ്ട് ക്യാരറ്റും ചേനല്ലേ, നല്ല കുഴപ്പമില്ലൊക്കെ എടുക്കട്ടെ. അപ്പോൾ അത് രണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ അരപ്പിനുള്ളത് 4 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ജീരകം, ഒരു മുറി തേങ്ങ അല്ലേ. ഇതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു നല്ല പോലെ വേവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നന്നായി വെന്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം എനിക്കെപ്പോഴും ചക്കക്കുരു വെണ്ണ പോലെ വേവണം, എന്നാലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അതിലിത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടോ, അപ്പോഴേ ഉപ്പ് പിടിക്കുള്ളേ. 1/2 ടീസ്പൂൺ ഉപ്പ്. ഓക്കെ, ഇനി അതിലേക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി. ഓക്കെ, എത്ര വിസിൽ വേണ്ടി വരും? 1 വിസിൽ മതിയാ? 3-4 വിസിലടിക്കും അല്ലേ? ചക്കക്കുരു അങ്ങനെ ചീഞ്ഞൊന്നും പോലല്ലേ അമ്മ? ഇന്നലെ ഞങ്ങൾക്ക് ചക്കക്കുരു പയറുമായിരുന്നു അല്ലേ ഉപ്പേരി. അപ്പോൾ ഇതുപോലെ തന്നെ ചക്കക്കുരു നന്നായി വേവിച്ചപ്പോൾ ഗംഭീര ടേസ്റ്റായി. കുറച്ച് ദിവസം മുമ്പ് അമ്മ ചക്കക്കുരു വെന്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വെണ്ണ പോലെ വെന്തിട്ടില്ല. അപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വെണ്ണ പോലെ വേവണം. അപ്പോൾ എന്തായാലും അത് വെണ്ണ പോലെ വേവട്ടെ. ഓഫ് ചെയ്യാം. 4 വിസിലായി. ചക്കക്കുരു അപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ കൂടി വേവിക്കാം. ഒരു പച്ചക്കളറും കൂടി വേണ്ടായിരുന്നു അല്ലേ. 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലും ചേർക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുക. മതിയാവല്ലോ, കുറച്ചുകൂടി ഒഴിക്കുക. ഇത് മൂടി വെച്ച് വേവിക്കുക അല്ലേ. ഞങ്ങൾ ഇന്നാൾ വാങ്ങിയ പുതിയ ഗ്യാസ് ലൈറ്റർ കേട്ടോ. ഇതിനിങ്ങനെ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ആദ്യം ഓണാക്കാം, അപ്പോൾ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തി കഴിഞ്ഞാൽ എൻ്റെ അമ്മേ കുറച്ച് നേരം വൈകി പോയി. ഇത് നമ്മുടെ രാജേഷേട്ടൻ തന്നാണ്. 100 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം അത് വേവുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അല്ലേ അമ്മ? ക്യാരറ്റും ചേനയൊക്കെ വെന്തു. ഇനി അതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർക്കാം. കാർത്തിക തൈര് അല്ലേ. എങ്ങനെയുണ്ട് പുളി നോക്കിയിട്ട് ഇപ്പോൾ? ഇല്ലേ? ആവശ്യം മതി. നീ പുളിക്കാരി ആയതുകൊണ്ട് നിനക്ക് കൂടുതൽ പുളി വേണ്ടി വരുന്നത് എനിക്കറിയാം. അപ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം തൈര് ചേർക്കാം അതോ ഒന്നുകൂടി അരപ്പ് ഇതിലേക്കൊന്ന് പിടിക്കണം? മൂടേണ്ട കാര്യമുണ്ടോ? തിളച്ചല്ലോ. നീ തൈര് ഒഴിക്കാം അല്ലേ? എത്ര വേണം? ഒരു സ്പൂൺ കൂടി ചേർത്തോ, ഒത്തിരി കൂടി ചേർത്തോ. പോട്ടെ, ദീപൻ്റെ ഒരു മതി. കുറച്ച് ലൂസായി, എന്നാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചോ. എനിക്ക് തോന്നണതേ ഇതിലൊരല്പം ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ഉപ്പുണ്ടോ നോക്കിയിരുന്നാ? അപ്പം അതല്ല ഞാൻ പറഞ്ഞു. ഉപ്പില്ല, ഉപ്പൊരു പൊടി വേണം. അത്ര മതി. അവിയലിൽ ഇപ്പം ഇത്തിരി ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചക്കക്കുരു അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സുന്ദരി
അപ്പം അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ കറിയിലേക്ക് കടക്കാം. ചെമ്മീൻ കറിക്കായിട്ട് 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോണത് ചെമ്മീനിലേക്കുള്ള അരപ്പാണ്. അപ്പോൾ അതിനായിട്ട് 1/2 മുറി തേങ്ങ. ഇനി എന്താ ചേർക്കണമ്മ? മുളക് പൊടി, സാധാരണ മുളക് പൊടി 2 ടീസ്പൂൺ അല്ലേ. ഇനി മല്ലിപ്പൊടി കുറച്ച് മതി, 1 ടീസ്പൂൺ അല്ലേ, 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ കളറിന് വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ചില്ലി പൗഡർ, ചില്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ടല്ലേ, കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇത് അടിച്ചെടുക്കുക അല്ലേ. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക, ഒന്നും കൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ പേസ്റ്റ് പരിവായിട്ടില്ല അമ്മ, ഇത് മതിയാ. 4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി അതും കൂടി ചേർത്ത് ഒന്ന് എന്നിട്ട് കറക്കിയെടുക്കുക. പോരെ, സെറ്റായില്ലേ? അരപ്പ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചെമ്മീനിലേക്ക് തക്കാളി പുളി ഒക്കെ ചേർത്തിട്ട് വേവിക്കും. 2 ചെറിയ തക്കാളി അല്ലേ, മീഡിയം സൈസ് തക്കാളി. അപ്പോൾ അത് ചേർത്തു. 3 കഷ്ണം കുടപ്പുളി അതും ഇതിലേക്ക് ചേർക്കും അല്ലേ. ചേർത്ത് ഇനി വെള്ളം ഒഴിക്കുമോ? 1 ഗ്ലാസ് വെള്ളം, 1.5 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ അപ്പോഴോ 1.5 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം. എത്ര മിനിറ്റ് വേണം ചെമ്മീൻ വേവാൻ? 20 മിനിറ്റ് എടുക്കും. ഇത് മൂടി വെച്ചു. ഇനി ഇത് വേവട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം അല്ലേ. ഇപ്പോഴാണ് കളർ വന്നല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം അല്ലേ. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഇരുന്ന് വേവട്ടെ. അതൊക്കെ ഊതിണ്ട്, ഇനി ഞങ്ങൾ കഴിച്ചാൽ മതി. അല്ല അപ്പൊ അത് വേവണ്ടേ? എന്തുണ്ടാവോ? അമ്മ പറഞ്ഞത് 1/2 മണിക്കൂർ, ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്തുണ്ടാവും അത്? എനിക്ക് ചെമ്മീന് 10-15 മിനിറ്റ് വേവുള്ളൂ. ഇതിലേക്ക് ഉള്ളി ഇടാം. ഇനിയിപ്പോ ഈ ജസ്റ്റ് ഉള്ളി മൂപ്പിച്ചിട്ടാ പോരാ അമ്മ അല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ. ആ ഇപ്പൊ തന്നെ കുടിച്ച് തീർത്തത് ഈ വാങ്ങൂരോ. ആൾക്ക് നല്ല ഇഷ്ടമായിണ്ടേ. തിളക്കണ തിള കണ്ട നല്ല ബ്രൗൺ കളറാവണമെന്നാണ് അമ്മ പറയണേ. കരിയരുതിട്ടാ. അങ്ങനെ അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ദീപുവിൻ്റെ അലങ്കാരമായിട്ട് 1 തണ്ട് കറിവേപ്പിലാണ്ട് വെച്ചു. ചോറിട്ടോ ആരിട്ടാലും ഉണ്ടാ പോരമ്മ. മതി കുറേശ്ശിട്ടാ മതി. ദീപുവിന് കുറച്ച് ചോറ് കൂടുതൽ വേണ്ടി വരും അല്ലേ. കയ്പ്പയ്ക്ക വറുത്തത്. മീൻകറി എടുക്കട്ടെ? ഓ അടിപൊളി. അപ്പം ആദ്യം അമ്മ കഴിക്കട്ടെ. അവിയലൊക്കെ ഉണ്ടമ്മ? കയ്പ്പയ്ക്ക് വറുത്ത് കൂട്ടി വയ്ക്കുക. ആദ്യം എന്നിട്ട് കൂട്ടിയ അവിയല അടിപൊളിയുണ്ടല്ലേ. ഉപ്പൊക്കെ കറക്റ്റല്ലേ? ഇനി ദീപു ചെമ്മീനിലേക്ക് കിടക്കുകയാണല്ലേ.
ചക്കക്കുരു അവിയൽ അടിപൊളിയുണ്ട്, സൂപ്പർ അവിയലുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ കറി ഒന്ന് കൂട്ടി നോക്കട്ടെ. ചെമ്മീൻ്റെ ഒരു പീസ്. വീട്ടിലെ ചെമ്മീൻ കറിയുണ്ട്, അടിപൊളി. ഒന്നും പറയാനില്ല. ശകലം കയ്പ്പയ്ക്ക് വറുത്തത്, പച്ചക്കയ്പ്പയ്ക്ക് വറുത്തത് അടിപൊളിയാണ്. കലക്കി. ഇനി ഒന്നും നോക്കാമല്ലോ, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം, അപ്പോഴങ്ങോട്ട് ഉഷാറാവുള്ളൂ. ഒരു രക്ഷയില്ലാട്ടോ ദീപം. നല്ല അടിപൊളിയുണ്ട്. നിന്റെ ചോറ് തീർന്നൂല. സൂപ്പർ സൂപ്പർ. ചോറ് വേണം, വേണ്ടി വരും. ഓ, ചെമ്മീൻ്റെ കഷ്ണങ്ങൾ ഇങ്ങോട്ട് പോട്ടെ. ഇതിലേക്കൊരു ഇത്തിരി തൈര് കൂട്ടിയല്ല. ഇത്തിരി തൈര് സംഗതി നല്ല ടേസ്റ്റാ. ഈ പിടിന്ന് കഴിച്ചു നോക്കിയാ തൈര് കൂടി ചേർത്തുള്ള. അല്ലേ? ഓ, സമ്മതിക്കണം, അടിപൊളി ചെമ്മീൻ കറി. ഞാനതിനങ്ങനെ തൈരൊന്നും കഴിക്കാറില്ല. ഇത് പണ്ട് നിയാസേ അല്ല ഉല്ലാസ് ഹോട്ടലിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ മോരും മീൻ കറി കൂടി വെച്ചിട്ട് കഴിക്കും. അവൻ കാരണമാണ് ഞാനത് ആക്ച്വലി കഴിച്ചു തുടങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അധികം പുളിയില്ലാത്തൊരു തൈര് കിട്ടണം. ഇപ്പം ഈ തൈര് ആവശ്യത്തിനുള്ള പുളിയല്ലോ. ഇന്നത്തെ ഊണ് കുശാലായില്ലേ ദീപോ? അടിപൊളിയുണ്ട്. ഒരു സംശയം ചോദിക്കട്ടമ്മ, എങ്ങനെയാണ് നിങ്ങളപ്പോൾ ഈ ഇത്രയും ടേസ്റ്റിൽ മീൻ കൂട്ടാണ്ട് കറി വയ്ക്കണേ? കാലങ്ങളായില്ലേ വെക്കണം. 36 കൊല്ലായില്ലേ വെച്ചൽ തുടങ്ങിയിട്ട്. ആദ്യമൊന്നും അത്ര അങ്ങോട്ട് ടേസ്റ്റി വരാറില്ല. പിന്നെ ഞാൻ വെച്ച കറിയെല്ലാം അടി കൂട്ടില്ല. ഞാനും കുറേ നാളായി അമ്മയുടെ ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വാങ്ങാറില്ലല്ലോ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി പോലെ അല്ലേ ദീപോ? അപ്പോൾ ഈ ഒരു ലഞ്ച് കോമ്പോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വെജ് ഉണ്ടാക്കുന്ന ആൾക്കാർ ചക്കക്കുരുൻ്റെ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് വേവണം ചക്കക്കുരു, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.